ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മൂങ് ദാൽ ദോശയാണ്, അതായത് ചെറുപയർ പരിപ്പ് ദോശ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് മുഴുവനെയുള്ള തോടോട് കൂടിയ ചെറുപയർ പരിപ്പും 1/2 കപ്പ് തോല് കളഞ്ഞ ചെറുപയർ പരിപ്പും 1/2 കപ്പ് പച്ചരിയും 1/4 ടീസ്പൂൺ ഉലുവയും എടുത്തിട്ടുണ്ട്. ഒരുമിച്ചിട്ട് വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ കുതിരാനായിട്ട് വെക്കും. കുതിർന്ന ശേഷമാണ് നമ്മളിത് അരച്ചെടുത്ത് ദോശ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പാണ് ഞാനിവിടെ എല്ലാം എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും പച്ചരിയും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി കുറച്ചധികം വെള്ളം ഒഴിച്ച് 4 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇതിവിടെ 4 മണിക്കൂർ കഴിഞ്ഞ് ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ സവോള, 2 ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 1 പിടി മല്ലിയില. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവോള, മല്ലിയില, ഈ ചെറുപയറും അരിയും കൂടി മിക്സ് ചെയ്തത്, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത്. ഇനി ഈ കണ്ടെയ്നർ അടച്ച് 2 മണിക്കൂർ മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഇതിവിടെ 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാവ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ദോശമാവിൻ്റെ പരുവത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഈ ദോശയുടെ ചമ്മന്തിക്ക് വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ, 1/4 കപ്പ് പൊട്ടുകടല, 2 പീസ് വെളുത്തുള്ളി, 5 വറ്റൽമുളക്, 2 ടേബിൾ സ്പൂൺ തൈര്, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചെടുക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് താളിച്ചൊഴിക്കാം. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ചതിനെ ഇനി ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും പകുതി നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് ദോശയുടെ പുറത്തേക്ക് ഈ കൂട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കും.
ഈ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ തേച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് കുടഞ്ഞ് ഇതിൻ്റെ ചൂടൊന്ന് ക്രമീകരിക്കാം. ഈ മാവ് കോരി ഒഴിച്ച് ഇതൊന്ന് പരത്തി കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളകിൻ്റെ കൂട്ട് ഇതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൂങ് ദാൽ ദോശ ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.